ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ നോക്കുന്നത് എൻ്റെ കൊച്ച് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമില്ല, ആൾക്ക് റോട്ടിലേക്ക് കയറാനുള്ള ഒരു വഴി നോക്കുകയാണ് ആൾ. അപ്പോൾ വീട്ടിൽ മുറ്റത്ത് ഉമ്മയുണ്ട്, അപ്പോൾ ഉമ്മ സമ്മതിക്കണില്ല. അപ്പോൾ ഞാൻ ഈ ഫോണും പിടിച്ചുകൊണ്ട് ആളെന്തൊക്കെയോ കുരുത്തക്കേട് കാണിക്കണ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ആൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്കത് കാണിച്ചെടുക്കാമല്ലോ, നീ ഇതൊക്കെ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെറിയ ചെറിയ പണികളൊക്കെ നോക്കാൻ പോയിട്ടോ. ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് അത് അടിച്ചിട്ട് തുടക്കാതെ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ കൂടുതലായിട്ടുള്ള പണികളൊന്നുമില്ല. പിന്നെ എനിക്ക് ചെറിയൊരു സർജറി കഴിഞ്ഞിട്ടൊരു 1 year ആയി. പക്ഷേ എനിക്കെന്തോ അതിന് ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഭാരിച്ച പണികളൊന്നും ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഉമ്മ എന്നെ എടുക്കാനും സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പണികൾ മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മളെ വീട്ടിലാകുമ്പോൾ നമുക്ക് പിന്നെ അതൊക്കെ ഒരു സൗകര്യമാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ കെട്ടിച്ച വീട്ടിലൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് എല്ലാ പണികളും എടുക്കണ്ട എന്ന് പറഞ്ഞാലും പക്ഷെ നമ്മൾ എടുക്കണമല്ലോ. അതൊരിതാണത് അല്ലേ, അതുതന്നെയാണ്. അപ്പോൾ ഞാൻ അടിച്ചു വരലും തുടക്കലും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കെട്ടിച്ച വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ തുടക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഉമ്മച്ചിയും കുട്ടിയും കൂടെ ഭയങ്കര തിരുമ്പലും അലക്കലും കുളിക്കലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തലയ്ക്ക് വെള്ളം വരണോ, അവിടെ ഒച്ചപ്പാടുണ്ടാക്കണോ, അങ്ങനെ അവരായി അവരുടെ പാടായി. ഞാൻ പിന്നെ അവൾ വരാത്ത നേരം നോക്കി പെട്ടെന്ന് തുടച്ച് കഴിഞ്ഞാൽ ആ വൃത്തിക്ക് അങ്ങ് നിൽക്കും. അല്ലെങ്കിൽ അവളെ തുടച്ചെടുത്ത് കൂടെ അങ്ങനെ മുന്നിൽ കൂടെ നടത്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ പൂച്ചക്കുട്ടികളുണ്ടാവുമല്ലോ, നമ്മൾ ഈ എന്തെങ്കിലും സാധനം നിലത്തിട്ട് ആട്ടി കൊടുത്താൽ അവർ അതിന് പിന്നാലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് അതേ മര്യാദ കേട്ടോ. തടുപ്പണ കോല് വരെ വെറുതെ വിടൂല. പിന്നെ വെള്ളമാണെങ്കിലോ അതിൽ മുക്കി ചിന്തിയിട്ടും അതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടും ഭയങ്കര വികൃതി ഉണ്ട്. അങ്ങനെ തലയ്ക്കാൻ ചിലപ്പോൾ കാലും കൈയൊക്കെ ഇട്ട് അതിന് നന്നായിട്ട് കുളിച്ചിട്ടൊക്കെ ഇറങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓള് വരുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ടല്ലോ. അപ്പോൾ ആൾ വന്ന് അതിന് പെട്ടെന്ന് കുളിപ്പിച്ച് അകത്ത് കയറ്റിയാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ വേഗം തുടച്ചിട്ട് പെട്ടെന്ന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ആ തുടക്കൽ കഴിഞ്ഞ് പിന്നെ എനിക്ക് കൂടുതൽ സമയം നിൽക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കെട്ടിച്ച വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസം നിന്നിട്ടില്ല, ഒരു 3 ദിവസം ഏതാണ്ട് ഇത്രയും നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭയങ്കര ഫീലിങ്, നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് പോകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കുട്ടീനെ വേഗം കുളിപ്പിച്ചാണ്ട് അവൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അവൾ കുളിക്കാൻ സമ്മതിക്കണില്ലായിരുന്നു. ആൾക്ക് ഇങ്ങനെ എന്താ പറയുക, വെള്ളത്തിൽ കളിച്ചിട്ട് പൂതി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഉമ്മ പറഞ്ഞു ബാക്കി ഞാൻ തുടച്ചോളാം, അവൾ പോയി വേഗം കുളിപ്പിച്ചിട്ട് ഉറക്കാൻ നോക്കുക. അപ്പോൾ അവൾക്ക് തിന്നാനെ കൊടുത്തിട്ട് പെട്ടെന്ന് ഞാൻ ഉറക്കാൻ കേട്ടോ. അവൾക്ക് ചെറിയ ചെറിയ പാട്ടൊക്കെ കേട്ടണം. നമ്മൾ ഈ ഫിറൗനിൻ്റെ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊക്കെ കേട്ടാൽ ആൾ വേഗം ഉറങ്ങും കേട്ടോ. അപ്പോൾ അത് ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാനൊന്ന് വേഗം കുളിച്ചിട്ട് മുടിയൊക്കെ ഉണങ്ങണം, അല്ലെങ്കിൽ എനിക്കെന്തോ ഇറിറ്റേഷനാണ് മുടി ഉണങ്ങാതെ കെട്ടിയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ചൊക്കെ മാറ്റി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നതിന് ശേഷം ഞാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, എൻ്റെ മുഖത്ത് ചെറിയ വിഷമമുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചെറുതായിട്ടൊക്കെ കണ്ണ് നിറഞ്ഞു. പക്ഷെ എന്തോ കല്യാണം കഴിച്ച് പോയ സമയത്തും ഇതേപോലൊക്കെ തന്നെ ആയിരുന്നു, പക്ഷെ ഇതിലാറുണ്ടായിരുന്നു. പക്ഷെ കരഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അത് ഞാനും എൻ്റെ കെട്ടിയവനും തമ്മിലൊരു ചെറിയൊരു ബെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കരയാതെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഞാനും ഓളും ജപ്പാൻ്റെ വണ്ടിമേലാണ് പോയത്. ആൾക്ക് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ആൾക്ക് പിന്നെ എവിടെയെങ്കിലും എങ്ങനെയും പോകാമെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവിടെ എത്തിയിട്ട് എൻ്റെ ഇവിടുത്തെ ഉപ്പാൻ്റെ കടയിലെത്തിയപ്പോൾ ഓൾക്ക് വെള്ളം വേണം. ഓൾക്ക് എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവൾക്ക് വെള്ളം കിട്ടിയ സന്തോഷമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ.